അതിഥി അഡ്വഞ്ചറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പ്രാവശ്യത്തെ എപ്പിസോഡിൽ പരീക്ഷിക്കുന്നത് ഇവരുടെ പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ അളവുകോലുകളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ വളരെ പ്രശസ്തമായ എന്ന് പറയാൻ കഴിയില്ല, ഭയങ്കര കുപ്രസിദ്ധി ആർജിച്ച ഒരു മനയുടെ മുമ്പിലാണ്. ഈ മനയ്ക്ക് ഒരുപാട് കഥകൾ പറയാൻ. ഒരുപാട് പൈശാചിക ശക്തികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനയാണിത്. ഈ ഇരിക്കുന്ന ഒരു നിധിപേടകമാണ്. ഇത് ഈ മനയ്ക്കുള്ളിൽ നിന്ന് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കൂട്ടം ആളുകൾ പുറത്തെത്തിച്ചതാണ്. പക്ഷെ അവർക്ക് ആർക്കും ഇത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത് തുറക്കാനുള്ള താക്കോൽ അകത്തായിപ്പോയി. ഈ താക്കോൽ എടുക്കാൻ വേണ്ടി അകത്ത് പോയ ആരും തന്നെ തിരിച്ചു വരികയും ചെയ്തു. നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഈ മനയ്ക്കകത്ത് പോയി ഇത് തുറക്കാനുള്ള, ഈ നിധിപേടകം തുറക്കാനുള്ള താക്കോൽ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അകത്ത് ചെല്ലുമ്പോൾ ഈ നിധിപേടകത്തിൻ്റെ താക്കോൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചും എന്താണ് അതിനകത്ത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും ഒരുപാട് സൂചനകൾ ലഭിക്കും. ആ സൂചനകൾക്കനുസരിച്ച് മുന്നോട്ട് പോയി ഈ നിധികുംഭത്തിൻ്റെ താക്കോൽ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇത് തുറക്കുന്നവർക്ക് ഇതിലെ നിധി ലഭിക്കും. പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ടീമായി കളിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ കുറേ പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി കാണും. ഈ പ്രാവശ്യം അതില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളകത്ത് പോയി ഈ നിധിപേടകത്തിൻ്റെ താക്കോൽ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കുറിപ്പുകളോ സൂചനകളോ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ആ മനസ്സിൽ വെച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് ഇതിൻ്റെ താക്കോൽ ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണം വേണം, ധൈര്യം വേണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ഇതെല്ലാം കൂടി ഉൾപ്പെട്ട ഒരു ഗെയിമാണ്. അപ്പോൾ നിങ്ങളെ അകത്തേക്ക് വിടട്ടെ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ അതിൻ്റെ പടിവാതിൽ വരെ എത്തിച്ച് നിർത്തും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങളുടെ യാത്രയാണ്. ഞങ്ങൾ ആരും കൂടെ കാണില്ല. പക്ഷെ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നിങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന വെളിച്ചത്തിൽ നിന്ന് കുറച്ചുകൂടെ ഇരുട്ടിലേക്ക് നിങ്ങൾ പോകണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ കെട്ടിയ ശേഷം ഈ മനയുടെ പ്രധാന വാതിൽ കൊണ്ടുപോയി അകത്തേക്ക് വിടും. പക്ഷേ അകത്തു പോകുന്ന നിങ്ങൾ എങ്ങനെ തിരിച്ചു വരും എന്നുള്ളത് എനിക്കറിയില്ല. പ്രധാന വാതിലിലൂടെ അകത്ത് പോയ ശേഷം നിങ്ങൾക്ക് പകുതി വഴിക്ക് തിരിച്ചു വരാൻ കഴിയും. അത് പൂർത്തിയാക്കി മാത്രമേ തിരിച്ചു വരാൻ കഴിയൂ. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല. എന്ത് പ്രതിസന്ധി ഞങ്ങളതിനെ ഫേസ് ചെയ്യാം. നിങ്ങളത് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പുറത്തേക്ക് വരാവുള്ളൂ. അകത്തേക്ക് പോവാം. ടെൻഷനുണ്ട്, എന്നാലും പോവാം. ഒരു പുതിയ പരീക്ഷണമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇവരെ രണ്ടുപേരെയും നമ്മുടെ പൈശാചിക ശക്തികൾ വേട്ടയാടുന്ന ഈ മനയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകും. റെഡി? റെഡി? ക്ലൂ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ അതെ ഇതിലൊക്കെ തൊട്ട എന്തെങ്കിലും സാധനം മേത്ത് കയറും കേട്ടോ. ഒരു മിനിറ്റ്, നീ പുറകോട്ട് നോക്കിയാ. തറവാട്ടിലെ 4 മക്കളിൽ ഏറ്റവും സുന്ദരി സേതുവായിരുന്നു. പക്ഷെ എനിക്ക് സേതുവിനോടുള്ള ഇഷ്ടം മകളെക്കാൾ ഉപരിയായിരുന്നു. ഇപ്പം എന്താ ക്ലൂ ഇതില്? പോയി നോക്കാം. മകളെക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ അതിൻ്റെ മീൻസ് മോർ ദാൻ എ ഡോട്ടർ എന്നുള്ള സീനിലായിരുന്നു. സോ
ഇത് അച്ഛനാണോ അമ്മയാണോ പറഞ്ഞത്? എനിക്ക് ഈ സ്ഥലം തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ബ്രോ എടാ അവനെ ശ്രമിച്ചെങ്കിലും അപ്പോഴൊക്കെ അവളെ രക്ഷിച്ചത് അവനായിരുന്നു. തന്നിഷ്ടക്കാരിയായിരുന്ന സേതുവിനെ എത്ര വിലക്കിയിട്ടും അവൾ അവനെ വീണ്ടും വീണ്ടും കാണുക തന്നെ ചെയ്തു. ഓക്കെ, അല്ല ഇതെനിക്ക് തോന്നണേ, അല്ലടാ ഈ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കണ്ടേ? സ്റ്റോറി മനസ്സിലാക്കണം. പലതവണ ശ്രമിച്ചെങ്കിലും അപ്പോഴൊക്കെ അവളെ രക്ഷിച്ചത് അവനായിരുന്നു. അവനുണ്ട്. അവനാരാ? നമുക്ക് 3 നോക്കാം. മറ്റു മാർഗങ്ങളെല്ലാം അടഞ്ഞപ്പോൾ എനിക്ക് അവനെ ഈ തറവാട്ടിൻ്റെ നിലവറയുടെ ചുവരിൽ തന്നെ അടക്കേണ്ടി വന്നു. പക്ഷെ നമ്മളിത് എവിടുന്ന വന്നേന്നറിയില്ലല്ലോ. നിലവറയുടെ ചുവരിൽ തന്നെ അടക്കേണ്ടി വന്നു. ഞാൻ ഒന്നും തോക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, അതേതാ നമ്പർ നോക്ക്. ഇത് കറക്റ്റ് ഓർഡറിൽ വെക്കാം. ഞാൻ നമ്പർ ഏതാ നോക്ക്. 4 തന്നെയാണെങ്കിൽ എടുക്ക്. 4 ആണ്. ചിത്തഭ്രമം ബാധിച്ച് മാനസികമായി തളർന്ന സേതുവിനെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ രാമനുണ്ണി തൻ്റെ ആഭിചാരക്രിയയിലൂടെ പഴയ സേതുവിനെ തിരികെ കൊണ്ടുവരാമെന്ന് എനിക്ക് ഉറപ്പ് നൽകി. ഞാനാരാ? ഇവിടെ എന്തോ ഹോമമൊക്കെ നടന്ന പോലത്തെ അല്ലേ? Okay, what is written again? 5. ഈ കളത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഈ കളത്തിൽ എനിക്ക് സാക്ഷിയായാണ് രാമനുണ്ണി സേതുവിൻ്റെ മുടി മുറിച്ച് അഗ്നിക്കിരയാക്കിയത്, കർമ്മങ്ങൾ ആരംഭിച്ചത്. എന്നാൽ രാമനുണ്ണിയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. രാമനുണ്ണിക്ക് പ്രതിഫലമായി വേണ്ടത് അവളെ തന്നെയായിരുന്നു. അതെ, അംഗീകരിക്കാൻ എന്നെ അംഗീകരിക്കാൻ രാമനുണ്ണിയോ തയ്യാറായിരുന്നില്ല. എന്തായാലും സേതുവിനെ ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടമായി. രാമനുണ്ണിയാണോ അവൻ? ആയിരിക്കണം, എനിക്ക് അങ്ങനെ മനസ്സിലാവുന്ന. അല്ലേ? അതൊക്കെ പോലെ This is like a dead end. Oh my. Dude, there is 6 on him. Catch it. It won't move, right? ഇല്ല. എനിക്ക് സ്ഥലത്തുനിന്ന് എങ്ങനെയും പെട്ടെന്ന് പുറത്തിറങ്ങി. എനിക്ക് ഭയങ്കര സീനാണ്. സ്റ്റാർട്ടിങ്ങിൽ ഫ്രീക്ക് ഔട്ട്. ഇത് ഞാനാണ്. ഇത് ഞാനാണ് ചെയ്തു. എന്നെ കൊന്നതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനുള്ള ഉത്തരം അടച്ചിട്ട നിലവറയിലുണ്ട്. അടച്ചിട്ട നിലവറ എവിടെ? അല്ലാഹു അക്ബർ. അപ്പൊ ഇവിടെ എവിടെ ഒരു നിലവറയുണ്ട്. നീ വന്നേ. ഓക്കെ എനിക്ക് പോണോ? എടാ വെയിറ്റ്, ഇവിടെ ഇവിടെ ഒന്നിൽ കൂടുതൽ ഡോർസ് അടച്ചിട്ടിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് ദ വൺ. അതിലാണ് മറ്റിങ്ങനെ കെട്ടിയൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്തേക്കണ്. മേ ബി ദാറ്റ് ഈസ് ദ വൺ. Oh my god. Something. എടാ no way. Stay calm, wait. No way. എടാ ഡോർ അടഞ്ഞു. എടാ കളിക്കില്ലേ? എടാ
എനിക്ക് പറ്റൂല. ഐ തിങ്ക് ഇതിന്റെ അകത്താണ്. എന്നാ തുറക്ക്. നീ വാ, നീ ഇവിടെ നിന്ന് നീ ഇതിന്റെ അകത്തായി പോവും. ഇല്ല അങ്ങനെ പറയല്ല, ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. വാ തുറക്ക് നീ. കാർത്തി ഓക്കെ 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 ഫൈൻ ഫൈൻ ഫൈൻ. രാമനുണ്ണി അച്ഛൻ എന്തിനാ? പക്ഷെ എനിക്ക് സേതുവിനോട് ഇഷ്ടം. ലാസ്റ്റ് വൺ എന്തായിരുന്നു? ഞാൻ ചെയ്ത് എന്നെ കൊന്നതാരെന്ന് നിങ്ങൾക്കറിയാമോ? അതിനുള്ള ഉത്തരം അടച്ചിടുന്ന കാര്യമുണ്ട്. ഇതിൽ ഏതാ എടുക്കണ്ടേ? രാമനുണ്ണിയിലും അച്ഛനിലും ആരാ കൊന്നേ എന്നാണ്. ഇവിടെ ഇപ്പൊ 2 ക്ലൂ ഉണ്ട്. ഐ തിങ്ക് നീ ഒരെണ്ണം എടുക്കാം, ഞാൻ ഒരെണ്ണം എടുക്കാം. ഏതാ എടുക്കണ്ടേ? രാമനുണ്ണിനെ ഇത് ഒരു അവനെ കുറിച്ചാ പറയുന്നത്. അവനാണ് രാമനുണ്ണി എന്ന് ഇതിൽ പറയുന്നില്ല. ഈ കളത്തിൽ എനിക്ക് സാക്ഷിയായത് രാമനുണ്ണി അല്ല, സാക്ഷിയായാണ് രാമനുണ്ണി സേതുവിന്റെ മുടി മുറിച്ച് അഗ്നിക്കിരയാക്കിയത്, കർമ്മങ്ങൾ ആരംഭിച്ചത്. എന്നാൽ രാമനുണ്ണിയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. രാമനുണ്ണിക്ക് പ്രതിഫലമായി വേണ്ടത് അവളെ തന്നെയായിരുന്നു. തീർത്താ പോവാ. അത് അംഗീകരിക്കാൻ ഞാനോ എന്നെ അംഗീകരിക്കാൻ രാമനുണ്ണിയോ തയ്യാറായിരുന്നില്ല. ഞാൻ സേതുവിനെ ഞങ്ങൾക്ക് നിൽക്കുമ്പോൾ ഇഷ്ടമായി. സേതുവിനെ കൊന്നതാരാ? ഓക്കെ നമുക്ക് ഒരെണ്ണം ഓരോരുത്തരെ പിക്ക് ചെയ്യണം. ഓക്കെ നിനക്കും താക്കോല? താക്കോല, 2 താക്കോല കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിന്റെ ഒപ്പം എന്തോ ഉണ്ട്. വി ഷുഡ് നോട്ട് ഷോ ഇറ്റ് ഈച്ച് അതർ. നമുക്ക് അങ്ങനെ കാണിക്കരുതല്ലോ. നമ്മൾ ഇതിലേ പുറത്തേക്ക് പോകണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. തിരിച്ചു വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ പറ്റുന്നു. നിനക്ക് നിന്റെ കയ്യിലൊരു താക്കോലില്ലേ? എവിടെ തുറക്കാനുള്ളത് നമുക്ക് നോക്കാം. ആ ഇതാണോ തുറക്കണ്ടേ? ഇതുകൊണ്ടാണോ തുറക്കുക? തുറക്കണ്ട ഈ വാതിലാണോ? വലിച്ചേ. ഇല്ല, അത് വലിച്ച് തുറന്നേ. അത് അഴിക്കാൻ പറ്റുമോ നോക്ക്, കെട്ടിയേക്കണത്. അങ്ങനെ 2 പേരും ജീവനോടെ തിരിച്ചെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അയ്യോ, ശരിക്കും പേടിച്ചു, സത്യം പറയല്ലേ. ഞങ്ങൾ ശരിക്കും ടെൻഷൻ ആയി. അതായത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കടക്കണമെന്നാണ്. പക്ഷെ അണ്ണം പറഞ്ഞു കേട്ടോ, നമുക്ക് അങ്ങനെ ഇറങ്ങി ഇത് തീർക്കാണ്ട് ഇറങ്ങി വരാൻ പറ്റില്ല. അല്ല, പക്ഷെ ഡോറ് പൂട്ടിയിടുകയും ചെയ്തു പുറത്തുനിന്ന്. അപ്പം 2 പേരും അവരവരുടെ താക്കോല് കൈക്കലാക്കി. അല്ല, എന്റെ താക്കോലും മസ്താനിയുടെ കയ്യില. അതെങ്ങനെ 2 താക്കോല്? അല്ല, അവിടെ വെച്ച് നമ്മളത് ഇറങ്ങാൻ ഇതായപ്പോ മസ്താനി തരും എന്റെ താക്കോല്. ഇതല്ല എന്റെ താക്കോല്, ഇതല്ല. ഞാൻ എടുത്ത കീക്ക് എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു കുറച്ചുകൂടെ. അല്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇതല്ല. അല്ല, മറ്റേ കാണിച്ച ഞാൻ നോക്കില്ല. അല്ല അണ്ണ, ഇതിലെന്ത് ഇതെന്റെ താക്കോലല്ല. ഇങ്ങനെയല്ല എനിക്കത് ഫീൽ ചെയ്തത് എടുത്തപ്പോ. ഇതൊരു താക്കോലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു നിധിപേടകം തുറക്കാനുള്ള ഒരു താക്കോലായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പിന്നെ കുറിപ്പ് ഇതിന്റെ കൂടെ കിട്ടിയായിരുന്നു? എന്തായിരുന്നു ആ കുറിപ്പിൽ എഴുതിയിരുന്നത്? ഇത് യഥാർത്ഥ താക്കോലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന ചോദ്യമായിരുന്നു ഇതില്. അപ്പൊ എന്ത് തോന്നി? അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി. ഇനി ഇത് ശരിക്കുള്ളതാണോ, ഇനി മറ്റേതാണോ ശരിക്കുള്ളത് എന്നുള്ളൊരു ഡൗട്ട്. മസ്താനിടയിൽ ഇരിക്കുന്നതാണോ എന്നുള്ളത്. മസ്താനിക്കിടയിനകത്ത് എന്തായിരുന്നു? ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അവന്റെ കയ്യിലാണ് ഒറിജിനൽ. അത് ഞാൻ എടുക്കണം. എങ്ങനെയെങ്കിലും കൈലാക്കാൻ നോക്കാം. വേറൊന്നും കൊണ്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ ഈ കാർത്തിക് എടുത്ത താക്കോല് മസ്താനിയുടെ എത്തി? പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് കിടക്കണമെന്നുള്ള വെപ്രാളമായിരുന്നു. എന്റെ വെപ്രാളത്തില് എനിക്കൊരു ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ 2 കൈ വെച്ച് പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോ മസ്താനി എന്നോട് പറഞ്ഞു, ആ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പിടിക്കാം, നീ എന്നിട്ട് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. ഡോർ തുറക്കാൻ പറഞ്ഞു. അപ്പോഴേ ഞാൻ എന്റെ കയ്യിലിരുന്നെല്ലാം താക്കോലടക്കം എല്ലാം ഞാൻ മസ്താനി കൊടുത്തു. ഇതെടുത്ത മസ്താനിയുടെ കൊടുത്തത് എന്തിന്? അല്ല, ആ ഒരു സാഹചര്യത്തില് ആ വെപ്രാളത്തില് രക്ഷപ്പെടാനുള്ള തുറക്കാൻ കിട്ടുന്നുണ്ടായില്ല. ഡോർ എത്ര നോക്കിയിട്ടും അപ്പൊ തുറക്കാൻ കിട്ടാണ്ടായപ്പോ പറഞ്ഞത് ഞാൻ നോക്കട്ടെ പറഞ്ഞു പിടിച്ചപ്പോ എനിക്ക് തന്നു. എന്നിട്ട് അവനത് 2 എന്താ നോക്കി തന്ത്രപൂർവ്വം അത് ചെയ്തു. പാവല്ലേ നീ ബ്ലൂ ടീമിനെ
എങ്ങനെയെങ്കിലും ഒന്ന് കൈ പിടിച്ച് കര കയറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂ. ഞാൻ ഇനി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുടിച്ച വെള്ളത്തിൽ ഇനി ഓപ്പോസിറ്റ് ക്യാപ്റ്റൻ വിശ്വസിക്കരുത്. ഒരിക്കലും വിശ്വസിക്കില്ല. ഇല്ലില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുത്തോണ്ട് അല്ല, പോയല്ലോ. ആ സമയത്ത് നമ്മൾ ഒരു നിമിഷത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് എന്റെ നിഷ്കളങ്കമായ മനസ്സ് വിശ്വസിച്ചു. അതുകൊണ്ടല്ല, നീ പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി ഓടണമെന്ന് തോന്നി, അങ്ങനെ പറ. ആ ഒരു ആംഗിളിലും പറയാം. ഈ നിധിപേടകത്തിനടുത്തുള്ളത് മുഴുവൻ ടീം ഗ്രീന് ആണ് കിട്ടിയിട്ടുള്ളത്. തുറന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന്. നോക്കാം. അപ്പല്ലേ നിധിപേടകത്തിനകത്ത് നിന്ന് കിട്ടിയ 100 കോയിനുകളും മസ്താനിയുടെ ഗ്രീൻ ടീമിനുള്ളതാണ്. നിധിപേടകത്തിന്റെ താക്കോൽ ചതിയിലകപ്പെട്ട് ബുദ്ധിയില്ലാതെ മസ്താനിയെ ഏൽപ്പിച്ച ബ്ലൂ ടീമിന് 0 പോയിന്റ്. ചതിയായിരുന്നില്ല എന്നാ? ചതിയല്ല, ഓപ്പോസിറ്റ് ആളിന്റെ ബുദ്ധിയില്ലായ്മ. അങ്ങനെ പറയാം. 2 ആംഗിളുണ്ട്. അതിഥി അഡ്വഞ്ചറിലെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ അഡ്വഞ്ചറുകളുമായി വീണ്ടും കാണാം. ബൈ ബൈ.